ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു ലേഡിക്കായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. രേണു സുധി എന്ന് പറയുന്ന ഇത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് കൊടുക്കണം. അതെ, രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ, രേണു സുധിയുടെ ഫാദറിനോ, രേണു സുധിയുടെ മദറിനോ, രേണു സുധിയുടെ ചേച്ചിക്കോ, രേണു സുധിയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. രേണു സുധിയുടെ ഫാമിലിക്ക് ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. ഇഷ്ടദാനമായി കൊടുക്കില്ല. ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ആരോഗ്യമുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഞാൻ കൊടുത്തത്, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഓർഫൻസിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളാണ്. അനാഥത്വം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് അനാഥത്വം അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അനാഥത്വത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ കൊടുത്തത്. ഒരിക്കലും രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ അവരുടെ കുടുംബത്തിനോ പേരൻസിനോ സിസ്റ്ററിനോ സിസ്റ്റർ ഫാമിലിക്കോ ഒന്നും ഞാൻ കൊടുത്തിട്ടുമില്ല, ഇനിയൊട്ട് കൊടുക്കത്തുമില്ല. അവരെന്നോട് ചോദിച്ചിട്ടുമില്ല. അതുകൂടെ പറയാം. അവരെന്നോട് ഒരിക്കലും ഒരു സഹായം ഇതുവരെ ചോദിച്ചിട്ടില്ല, ഞാൻ ഒട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ തീർത്തും മനസ്സോടെ, സ്വമനസ്സാലെ പൂർണ്ണ സമ്മതത്തോടെ വളരെ സന്തോഷത്തോടെ ഞാൻ ചെയ്തതാണ്. അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. എന്നെ കൊണ്ട് അത്രയും ചെയ്യാൻ പറ്റിയതിൽ ദൈവത്തിന് നന്ദി പറയും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. നോക്കൂ, ഇന്നത്തെ വീഡിയോ വീണ്ടും രേണു സുധിനെയാണ്. എക്സ്ട്രീംലി സോറി. ഈ ഒരു ചെറിയൊരു സംഭവമല്ല. എന്നുവെച്ചാൽ ഒരിക്കലും ഇതുപോലൊന്നും ആവണം എന്നുള്ളത് നിങ്ങളോ ഞാനോ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഒരു കാരണവശാലും മരിച്ചു പോയിട്ടുള്ള കൊല്ലം സുധിയുടെ കുടുംബത്തിന് ഇതുപോലൊരു സിറ്റുവേഷൻ, അതായത് ഭാര്യയ്ക്കും മക്കൾക്കും ഇതുപോലൊരവസ്ഥ വരണം എന്നുള്ളതോ, അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരണമെന്നുള്ളതോ നിങ്ങളോ ഞാനോ എനിക്ക് തോന്നുന്നില്ല മനസ്സിൽ പോലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് കുറച്ച് ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ആളെ മനസ്സിലായോ എന്നറിയില്ല. ഏകദേശം പുള്ളി പറഞ്ഞു കേട്ട സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാന്നുള്ളത്. ബിഷപ്പാണ്. ഈ ബിഷപ്പാണ് ഈ മക്കൾക്ക്, കൊല്ലം സുധിയുടെ മക്കളുടെ പേരിൽ, അതായത് മക്കളുടെ പേരിൽ എഴുതിയെങ്കിലും സത്യത്തിൽ മരിച്ചു പോയിട്ടുള്ള സുധിയുടെ വിധവയായിട്ടുള്ള രേണുവിനും എന്നോട് പല ആൾക്കാരും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയുകയാണ്, ഇനി ആ പേര് ഉപയോഗിക്കരുത്, രേണു സുധി എന്ന് ഉപയോഗിക്കരുത്, രേഷ്മ തങ്കച്ചൻ എന്ന് തന്നെ ഉപയോഗിക്കണം, രേഷ്മ എന്ന് പറഞ്ഞാൽ മതി, ഇത് എന്ത് പറഞ്ഞാലും സുധി എന്ന് പറയരുതെന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല കേട്ടോ. നോക്കൂ, നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. നോക്കൂ, ഇതിനെന്താ വെച്ചാൽ ആ കുട്ടികൾക്ക് സ്ഥലം കൊടുത്തിട്ടുള്ള ഒരു ബിഷപ്പാണ്. അത് നിങ്ങൾക്കറിയാലോ. ആ ബിഷപ്പ് പുള്ളിയുടെ പുള്ളിയുടെ സ്വത്തുനിന്ന് ചെറിയ 7 സെൻറ്റ് ഭൂമിയാണ് കൊടുത്തിട്ടുള്ളത്. വളരെ നല്ലൊരു ഭൂമിയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും. ഇപ്പോൾ അതിനാ വെച്ച വീട് ചോർച്ച റിലേറ്റഡ് ആയിട്ട് രേണു സമൂഹ മാധ്യമങ്ങളിൽ ബാക്കി എല്ലാ വിഷയവും കൈകാര്യം ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ അതേ ഉദ്ദേശത്തോടു കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കോൺട്രവേഴ്സി ആയാൽ അത്രയും വിഷമം തോന്നിയിട്ടുള്ള പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ബിഷപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ഞാൻ ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്, ക്ഷമിക്കണം. പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയം ഇതിലേക്ക് കിടക്കുന്നതിന് മുന്നേ പറയാനുണ്ട്. നമ്മുടെ അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള പ്ലെയിൻ ക്രാഷ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ വൈറ്റലായിട്ടുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അതായത് ഈ അവരുടെ ബ്ലാക്ക് ബോക്സിൽ റിലേറ്റഡ് ആയിട്ട്, ഫ്യൂവൽ സപ്ലൈന് റിലേറ്റഡ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ വീഡിയോ ഞാൻ ഇതിലല്ല കേട്ടോ, നമ്മുടെ മറ്റേ ചാനലിൽ ഗോപ്രോ റിയാക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് ഞാനത് അപ്ലോഡ് ചെയ്യുക. താല്പര്യമുള്ളവർ ഇനി എപ്പോഴാണ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊരു യാത്രയിലാണ്, എറണാകുളം വന്നതാണ്, എറണാകുളത്താണ് ഉള്ളത്. അപ്പോൾ എറണാകുളത്ത് ആരെയും കാണുന്നുണ്ടെങ്കിൽ ബിഗ് താങ്ക്സ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ ആവശ്യമായിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ മറ്റേ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യും. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് പിന്നെ പ്ലേ ചെയ്യാം. ഇതിവിടെ ചോരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരുന്നില്ലേ? ഞാനിപ്പോൾ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക, KHDC ഞാൻ ഒരു വർക്ക് പിടിച്ചു കൊടുക്കുക. ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതോടുകൂടി എന്റെ ക്രെഡിബിലിറ്റിയും പോത്തില്ലേ. രേണു സുധി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ അംഗീകരിക്കുന്ന കാര്യം പറയുന്നു. ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിരുന്ന ചെയ്യാൻ എനിക്ക് ഭയമുണ്ട്. ഭയം സ്വാഭാവികമാണ്. പക്ഷേ ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ള വലിയ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. പുള്ളി കലാകാരന്മാരെന്ന് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നറിയോ, സോഷ്യൽ മീഡിയയുടെ പവർ ഭയങ്കരമാണ്. അത് നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ പറയില്ലേ ന്യൂക്ലിയർ ഇതുപോലെയാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശമായ രീതിയിൽ ഉപയോഗിക്കാം. സി വെൻ യുവർ എയിം ഇസ്
ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ ആണ് നിങ്ങളുടെ എയിം, അതിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ സറൗണ്ടിങ്സിനെ നിങ്ങൾ ആ ഒരു രീതിയിൽ മോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും നിങ്ങൾ മറ്റുള്ളവരുടെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ രേണുവിനോട് തന്നെ മറ്റുള്ള ആൾക്കാരുടെ ഒരു അവസരം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. എന്തായാലും പിന്നെ തുടർന്നും ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ആരോഗ്യവും മനസ്സും എല്ലാ കഴിവും എല്ലാം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, റിക്വസ്റ്റാണ് കേട്ടോ. കാരണം ഇതുകൊണ്ട് ഈ ഒരു വ്യക്തി ആയിരിക്കില്ല, കാരണം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. ഈ ഒരു വ്യക്തി ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളവരൊന്നും ഒരിക്കലും അങ്ങനെ ദയവ് ചെയ്ത് കാണരുത്, അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ കേട്ടോ. കൊല്ലം സുധിയുടെ ആകസ്മികമായിട്ടുള്ള ഒരു വേർപാട് ഒരു ആക്സിഡന്റിലൂടെയാണല്ലോ സംഭവിച്ചത്. ആ സമയത്ത് എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഇരുമ്പുകുഴി, അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ഒരു മാധ്യമ സുഹൃത്താണ്. അദ്ദേഹം എന്നോട് വളരെ സൗഹൃദമുള്ള ഒരാളാണ്. അദ്ദേഹം എന്നോട് ഈ കൊല്ലം സുധിയുടെ കുടുംബത്തിൻ്റെ ദയനീയമായ അവസ്ഥകൾ എന്നോട് സംസാരിച്ചു. അപ്പോഴും ഞാൻ അതിന് കുഞ്ഞുങ്ങൾക്കായിട്ട് വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുക്കാമെന്ന് രാഹുലുമായിട്ട് സംസാരിക്കുകയും അതനുസരിച്ച് 24 ചാനലിലെ അതിൻ്റെ MD ആയിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട R. ശ്രീകണ്ഠൻ നായർ സാർ എന്നെ നേരിട്ട് ബന്ധപ്പെടുകയും C. ഉണ്ണികൃഷ്ണൻ സാറ് സംഘടനയിലെ പല ആൾക്കാരും അങ്ങ് ഒരുമിച്ച് എന്നെ വന്ന് കാണുകയും അവർ എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞാൻ മനോഹരമായിട്ടുള്ള ഈ ഒരു വസ്തു കുഞ്ഞുങ്ങൾക്കായിട്ട് സന്തോഷപൂർവ്വം കൊടുക്കാനാണ്. ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു, ആരാണ് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു നിമിഷം കേട്ടോ, ആരാണ് ഇവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്? അത് ഫ്ലവേഴ്സാണ്. അങ്ങനെ പല കാര്യങ്ങളും പലതും പറയുന്നത്. ഇതിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആണ്. ഇവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിൽ, സുധി പോയതിനു ശേഷം കുടുംബത്തെ സംരക്ഷിക്കുന്നതിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല കേട്ടോ. നമ്മൾ ആര് വെച്ചു കൊടുത്തു, അവർ ചെയ്തു, ഇവർ ചെയ്തു എന്നല്ല. കുറേ സന്മനസ്സുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് KHDC എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കേരള ഹോം ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം, കൺസൾട്ടൻസിയാണ് ഇവർക്ക് വീട് വെച്ചത്. അതിൻ്റെ മുഖ്യ ആളാണ് ഫിറോസ് ഭായി. അപ്പോൾ അവരാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ സന്മനസ്സുള്ള ആൾക്കാർ ഇനിയും അവർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് സ്വീകരിക്കുന്ന ആൾക്കാർ മലർന്നു കിടന്ന് തുപ്പരുത്, അല്ലേ? ഇതിനെ ഇങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണം, പക്ഷേ ഇതേ ഇതിന് പറയാനുള്ളൂ. ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KHDC എന്ന് പറയുന്ന സംഘടന, അത് ഫിറോസ് എന്ന് പറയുന്ന ഒരു ബിൽഡർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന KHDC എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ്. ഇതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ. അവരങ്ങനെ വന്നിട്ട് 24 ചാനലുമായിട്ടാണ് അവർ കണക്ട് ചെയ്യുന്നത്. ഈ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വസ്തു ദാനമായിട്ട് ഞാൻ കൊടുക്കുകയും 24 ചാനലിലെ ശ്രീകണ്ഠൻ നായർ സാറാണ് ഈ വസ്തു എഴുതിയെടുക്കാനായിട്ടുള്ള പേയ്മെന്റ്. അപ്പോൾ ഈ ആധാര ചെലവുകളില്ലേ, അതെല്ലാം 24 ചാനലാണ് മുഴുവൻ തുകയും രജിസ്റ്റർ ഓഫീസിലേക്ക് കൊടുക്കേണ്ട പേയ്മെന്റുകളെല്ലാം മുടക്കിയത് 24 ചാനലാണ്. വീട് പൂർണ്ണമായി നിർമ്മിച്ച് നൽകിയത് ഈ KHDC എന്ന് പറയുന്ന സംഘടനയാണ് എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ അറിവ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്. ഫിറോസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മുൻകൈയെടുത്ത്, അതിന്റെ ഒരു വലിയ കാരണം ഞാനൊരു മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ അങ്ങേറ്റം ഞാൻ എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളത്, കാരണം പുള്ളിക്കെതിരെ വലിയൊരു ആരോപണം ഇതിൽ വന്നിരുന്നു. അങ്ങനെയാണ് ഞാനത് പല കമന്റുകളിൽ നിന്ന് കുറെ മുന്നേ കേട്ടു എന്നല്ലാതെ ഇപ്പൊ എന്താ സ്ഥിതി എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യട്ടോ, ആർക്കെങ്കിലും അറിയെങ്കിൽ ലിസ്റ്റ് കമന്റ് ചെയ്യൂ. അതായത് പുള്ളി ഒരുപാട് സ്വത്തിൻ്റെ ഉടമയാണ്. ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും കലാകാരന് അന്നത്തെ ആ ഒരു സെന്റിമെന്റ്സ് അങ്ങനെയായിരുന്നു. ഇങ്ങനത്തെ ഒരു വ്യക്തിയുടെ കുടുംബത്തിന്, മരിച്ചുപോയ ആളുടെ കുടുംബത്തിന് ഇതുപോലെ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ കുറച്ച് 4 പേര് അറിയും. ഈ അറിയുന്നതോടുകൂടി ഇയാൾക്ക്, ഈ ബിഷപ്പിന്, ഇദ്ദേഹത്തിന് പിന്നെ ബാക്കിയുള്ള സ്ഥലം കൂടി സെയിൽ ചെയ്ത് പോകാൻ എളുപ്പമാണെന്നുള്ള പല ആൾക്കാരും ആരോപണങ്ങളും പ്രചരണങ്ങളും നടത്തിയിരുന്നു എന്നുള്ള പുള്ളി ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. ആ പുള്ളി അത് ക്ലാരിഫൈ ചെയ്യാണ്. പുള്ളി പിന്നെ അദ്ദേഹം ശരിക്കും ഞാൻ ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഈ ലാംഗ്വേജ് ഇങ്ങനെ വരുന്നത്, അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്ത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അതനുസരിച്ച് മുന്നോട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എളിയ ജീവിതം നയിക്കുന്ന ഒരാളാണ്. അപ്പോൾ ബൈബിൾ പറയുന്നതനുസരിച്ച് നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് ചെയ്യണമെന്നാണ് ബൈബിൾ ഞാൻ പഠിച്ചിട്ടുള്ളതും എൻ്റെ എളിയ അറിവ് അനുസരിച്ച്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ നൽകിയത്. അതായത് ഞാൻ വീട് വെക്കാൻ പോകുന്ന വസ്തുവിനോട് ചേർന്ന് ഒരു 10 മീറ്റർ പോലും ദൂരമില്ല. അതായത് ഞാൻ വീട് വെക്കാൻ പോകുന്ന ഒരു സെന്റിന് ഇവിടുത്തെ വില അനുസരിച്ച് 4 ലക്ഷം രൂപ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലമാണ് ഞാൻ സന്തോഷത്തോടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. എത്ര നോബിൾ കോസാണ് പുള്ളി, എത്ര നോബിൾ കാര്യമാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അനാവശ്യമായിട്ട് എത്ര വെച്ചിട്ട് നമ്മൾ പറയല്ലേ, പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. എനിക്കൊന്ന് ഓഗസ്റ്റ് 3-ാം തീയതി വരെ ഇത് ഇങ്ങനെ പോകും. ഓഗസ്റ്റ് 3-ാം തീയതി ബിഗ് ബോസ് ആണല്ലോ, ഏതായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണല്ലോ. ഓഗസ്റ്റ് 3-ാം തീയതി വരെ
ഇതിങ്ങനെ പോകും. അതിനുശേഷം ഇതിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കളി പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് പേര് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല ഇൻഫർമേഷനും പല ആൾക്കാരുടെയും കയ്യിലുണ്ട്. സ്വാഭാവികമായിട്ടും അതിനുള്ളത്തെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും നെക്സ്റ്റ് ഒരാളുടെ ഫെയ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഞാൻ പറയുമ്പോൾ ബിഗ് ബോസിലേക്ക് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഒരുപാട് പേരുടെ കേസ് കണ്ടിട്ടുള്ളതാണ്. എന്ന് വെച്ചിട്ട് അവർക്ക് ദോഷം ഉണ്ടായിട്ടല്ല, ബെനിഫിറ്റ് തന്നെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ മാനസികമായിട്ട് അതിന് കോപ്പപ്പ് ചെയ്യാൻ പറ്റണം. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് 24 ചാനലും ഞാനും കൂടെ ചേർന്ന് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് അവരുടെ പേരിലാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് മറ്റാർക്കും അതിനകത്ത് അവകാശമില്ല. അതിനകത്ത് പൂർണ്ണ അവകാശം ആ 2 കുഞ്ഞുങ്ങൾക്കാണ്. കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ് പൂർണ്ണ അവകാശം. അതിന്റെ ക്രയവിക്രയങ്ങളൊക്കെ ക്രയവിക്രയങ്ങൾ 15 വർഷത്തേക്ക് ഈ വസ്തു വിൽക്കുവാനായിട്ട്, ആ കുഞ്ഞ് ഇളയ കുട്ടി മൈനറാണ്, ആ കുട്ടി മേജർ ആകുന്നിടം വരെ അത് വിൽക്കുവാനായിട്ട് അധികാരമില്ല. മനസ്സിലാവുന്നുണ്ട്? ആ കുഞ്ഞിന്റെ അപ്പൻ മരിച്ചു പോയതുകൊണ്ട് ആ കുഞ്ഞ് മേജർ ആകുന്നിടം വരെ അത് ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ക്ലോസിലാണ്. കാരണം ആ കുഞ്ഞിപ്പോൾ ഒരു 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതിനൊരു 20 വയസ്സെങ്കിലും ആകുന്നിടം വരെ അത് വിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ക്ലോസ്. ആ കുഞ്ഞൊരു മച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ കുട്ടികൾക്കാണ് ഇത് സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്ത സംഭവം എന്താ? ആ പയ്യൻ അവിടെ ഇതൊക്കെ എല്ലാ സംഗതികളും ഇതിൽ നിന്ന് ഉണ്ടായത് ആ മൂത്ത മോൻ കിച്ചു അവിടെ കയറി ചെല്ലുന്ന സമയത്ത്. കിച്ചു അവിടെ ചെല്ലാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ. നോക്കൂ, ഇന്നലെ രാത്രി ഞാൻ ഇതുവരെ കണ്ടില്ല, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ ഞാനിത് അറിഞ്ഞിട്ടില്ല. ഇന്നേ സമയം വരെ ഇത്ര അധികം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും ഒരക്ഷരം, ഇതാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ഏകദേശം 4.5 ലക്ഷം പേര് കണ്ടിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ആ വീഡിയോ കിച്ചുവിൻ്റെ ശ്രദ്ധയിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തീയില്ലാതെ പുക ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു തീ ഇല്ല എന്നുള്ളത് കിച്ചു ജസ്റ്റ് വന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇന്നലെ കിച്ചുവിൻ്റെ ചാനലിൽ വെരി ഗുഡ് 100K സെലിബ്രേഷൻ്റെ വീഡിയോ ഉണ്ടായി. ഞാൻ ആ ലൈവ് കണ്ടില്ല, ഞാൻ റെക്കോർഡഡ് ലൈവ് കണ്ടു. പക്ഷെ ആ ലൈവിൽ പോലും അതിലൊരു വാക്കും കിച്ചു അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കമൻറ്റ്സ് ഡിസേബിൾഡ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു വാക്കും കിച്ചു ഇന്ന് ഈ സമയം വരെ ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെയും കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കിച്ചുവിന് വന്ന് തിരിച്ചു പറയാം. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഈ ഒരു സംഗതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കിച്ചു അതിനുള്ളിൽ കയറി ചെന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം എന്താ അറിയുമോ? ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വീട് ചോർച്ച റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബിസിനസ്സായിട്ട് കണ്ട് KST എന്ന് പറഞ്ഞാൽ എനിക്ക് ബിസിനസ്സാണെന്നുള്ള മനസ്സിലായിട്ടുണ്ട്. അവരൊരു കൺസൾട്ടൻസി ഫേമാണ്. അല്ലാണ്ട് ഔട്ട് ഓഫ് തിൻ എയർ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് പല ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ അവരൊരു ബിൽഡറാണ്. നാളെ അവർക്ക് വീണ്ടും പ്രോപ്പർട്ടി ബിൽഡ് ചെയ്ത് കൊടുക്കാനുള്ള ആ കച്ചവട ലക്ഷ്യത്തോടു കൂടി ഇവർ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഫോർ ദം ഇതൊരു ബിസിനസ് സ്ട്രാറ്റജി അല്ല. പക്ഷെ അവർക്ക് അവർ ബിസിനസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതിന് അവർക്ക് എന്താ വെച്ചാൽ ഇനി ആരെങ്കിലും അവരെ സമീപിക്കുമോ? ക്രെഡിബിലിറ്റി പോയില്ലേ അവരുടെ? ഞാൻ പോലും ചിന്തിച്ചു, എല്ലാവരും ചിന്തിക്കും സ്വാഭാവികമായിട്ടും. പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് രേണുസുധി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ അംഗീകരിക്കത്തില്ല. അത് അവരെന്തുകൊണ്ട് പറഞ്ഞു എന്ന് തീർച്ചയായിട്ടും അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കാര്യം കുറച്ച് ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷെ ഇതൊന്നും ആയിക്കോളുന്നില്ല. ചിലപ്പോൾ മറ്റേ ചേട്ടനും ചേച്ചി അനിയനും തമ്മിലുള്ളതും പിന്നെ അവരുടെ സിനിമ റിലേറ്റഡ് അവർ വേറൊരു ലോകത്താണ്. എനിക്ക് തോന്നുന്നു നമ്മളൊന്നുള്ള ഈ ലോകത്ത് അവരില്ല തോന്നുന്നുണ്ട്. എയറിലാണെന്നാണ് ഇതിന് വേറൊരു ലാംഗ്വേജിൽ പറയുക. അവർ ഇവിടേക്കോ കിടക്കുന്ന എയറിലാണെന്ന്. പക്ഷേ അവരുടെ ലോകം വേറെയാണെന്നുള്ളത് മനസ്സിലാവുന്നു. കാരണം അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ നടന്നിട്ട് ഞാൻ ഇപ്പം രാവിലെ നോക്കി ഇവരുടെ സ്റ്റോറി വല്ലതും ഉണ്ടോ ഇൻസ്റ്റയിൽ സ്റ്റോറിയും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഷീ ഓവ്സ് എൻ അപ്പോളജി. ഇത്ര സമയമായി കഴിഞ്ഞാൽ ഇവർ ആരെങ്കിലും പേഴ്സണലി വിളിച്ചോന്ന് അറിയില്ല. പക്ഷെ ഇതിൽ പേഴ്സണലി വിളിക്കുകയല്ല വേണ്ടത്. ഷീ ഓവ്സ് എൻ അപ്പോളജി. അവർ അപ്പോളജി പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് അവർ ഡെലിബറേറ്റ്ലി പറഞ്ഞതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവർ മിണ്ടാതിരിക്കുന്നത് പറയാൻ പറ്റില്ല. പ്രശ്നങ്ങൾ കത്തിക്കോട്ടെ, ആൾക്കാർ ചർച്ച ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഏകദേശം 10-25 യൂട്യൂബർമാർ ഒരു 20 മിനിറ്റ് വെച്ചിട്ട് വീഡിയോ ഇടുമെന്ന് വിചാരിക്കാം. എത്ര മിനിറ്റ് ഓൺ എയർ അവരെ കുറിച്ചിട്ടുള്ള ടോപ്പിക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം. അല്ലെങ്കിൽ ഈ സമയത്തിനുള്ളിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ലേ എത്ര പേര് ഇത്ര നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ലേ എത്ര ആൾക്കാർ ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരു ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഒന്ന് പറയുന്നില്ലേ, ഞാൻ പറഞ്ഞത് ശരിയല്ല, നോക്കൂ ഞാനത് തെറ്റായി വ്യാഖ്യാനിച്ചാൽ ദയവ് ചെയ്ത് എന്നെ വേട്ടയാടരുത് എന്നൊരു വാക്കെങ്കിലും ഒരു ശരി തന്നെയാണ്. അവരുടെ ആ വാക്കും നമ്മൾ കൊണ്ടുപോകും. വേറെ കഥ. പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടാം. ഒരു പഴുതടച്ച് സംസാരിക്കാൻ അറിയാത്ത ആൾക്കാരൊന്നും ആയിരിക്കില്ലല്ലോ. ഇല്ലെങ്കിൽ അതിനുള്ള കൽപ്പുള്ള ആൾക്കാർ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഒറ്റ വാചകം പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇടാൻ കഴിയില്ല. ബാക്കി എല്ലാ സംഗതി പറയുന്നുണ്ടല്ലോ. ഞാനിപ്പം പലരും പറഞ്ഞുള്ള കേൾവിയാണ്. എന്നോട് അവർ സംസാരിക്കാറില്ല. പുള്ളിക്കാരത്തി എന്നോട് 1-2 വട്ടം ആകെ സംസാരിച്ചിട്ടുള്ളൂ. എന്നോട് അങ്ങനെ കാണുമ്പോൾ ഒന്ന് കൈകൂപ്പി കാണിക്കും, ദൂരെ നിന്നാണ് കൈ കാണിച്ച് അങ്ങനെ പോയെന്ന് 1-2 വട്ടം. അല്ലാതെ അവരങ്ങനെ എന്നോട് സംസാരിക്കാറില്ല. പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെരി ബാഡ്
ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോടോ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ളവർക്കും കൂടെ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. എൻ്റെ അഭിപ്രായം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ബിഷപ്പിനെ പോലുള്ളവരും അല്ലെങ്കിൽ KHDC സംഘടന പോലുള്ളവരെയും പരസ്യമായി അപമാനിക്കുന്നതിന് തുല്യമാവുന്നില്ല. എന്നെ അപമാനിച്ചെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ വീട് വെച്ച് കൊടുത്തവർക്ക് അതൊരു വലിയ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ പറയട്ടെ, ഞാനൊരു വീട് ഒരാളെ അവരിപ്പോൾ KHDC കൊണ്ട് ഞാൻ എൻ്റെ കെയർ ഓഫ് ഒരു ബിൽഡിംഗ് പണിയിപ്പിച്ചു. ഇതിവിടെ ചോരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരത്തില്ലേ? വരും. ഞാനിപ്പോൾ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക, KHDCക്ക് ഞാനൊരു വർക്ക് പിടിച്ചു കൊടുക്കുക. ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതോടുകൂടി എൻ്റെ ക്രെഡിബിലിറ്റിയും പോകത്തില്ലേ? ഞാനൊരിക്കലും അതിനോട് യോജിക്കുന്നില്ല. കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പുള്ളിക്കാരത്തി എന്ത് ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും അതിനെ സമൂഹം രണ്ടായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പം രേണു സുധി എന്ന് പറയുന്ന കലാകാരി ഇങ്ങനെ ഒരു കാര്യം ഉള്ളപ്പോൾ അത് ക്ലിയർ ആയിട്ടാ പുള്ളി പറഞ്ഞില്ലേ. സമൂഹം നമ്മൾ പറഞ്ഞില്ലേ, അമ്മയെ തല്ലിയാലും രണ്ട് വിഭാഗം. ഇത് മുതലെടുക്കുന്ന വ്യക്തിയാണ് രേണു സുധി. രേണു സുധി അങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. നമ്മളത് തിരിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കങ്ങനെ പറയാൻ കഴിയുന്നില്ല. അവർ മരിച്ചുപോയ കൊല്ലം സുധിയുടെ വൈഫ് തന്നെയാണ്. പ്രശ്നങ്ങൾ അവർ തീരട്ടെ. ഇതെന്തോ എൻ്റെ മനസ്സിലങ്ങനെ പറയുന്നു. പക്ഷേ ഇത് എന്താ പറയുക, നമ്മളിത് നിങ്ങളും ഞാനിപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്ത് നമ്മളിങ്ങനെ ഞാൻ പറയാം നിങ്ങൾ കാണുക എന്നുള്ള അല്ലാതെ വേറൊരു സംഗതിയിൽ നടക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. അത് എത്ര തീവ്രമായ ഒരു ആരോപണം. അദ്ദേഹം ഒരു പരാതി കൊടുത്താൽ തന്നെ അത് ഭയങ്കര കേസായിട്ട് വരും. ഫിറോസ് ഒരു കേസ് കൊടുത്താൽ പോലും അവർക്ക് അദ്ദേഹത്തിന് മാനനഷ്ടമാണ്, ബിസിനസ് ഉണ്ടാക്കുന്ന നഷ്ടമാണത്. ഇത് വലിയൊരു മാനനഷ്ട കേസ് കൊടുക്കാൻ നിൽക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടോ. ഞങ്ങൾ പല കാര്യമെടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ചാൻസ് ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം പറയണം, എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി, ഇതാണ് എൻ്റെ വീട്, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, ചോർച്ച എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച സംഗതി. അങ്ങനെയാണെങ്കിൽ കേട്ടോ നമുക്കറിയില്ല. ഞാൻ സാധാരണക്കാരുടെ ഒരു അവസ്ഥ പറയാം. സോഷ്യൽ മീഡിയനെ ഒരു യന്ത്രാക്കി ഉപയോഗിച്ചിട്ട് മുന്നേ സോഷ്യൽ മീഡിയനെ റോക്കറ്റാക്കി ഉപയോഗിച്ചിട്ട് അതിൽ കെട്ടി ഉയരാമെന്നുള്ള ആൾക്കാരെ, അങ്ങനത്തെ ആൾക്കാരുടെ കാര്യമില്ല പറയുന്നത്, സാധാരണക്കാരുടെ ഒരു അവസ്ഥ പറയാം കേട്ടോ. പുള്ളി ഒരു പരാതി കൊടുത്താൽ തന്നെ അത് പ്രശ്നമാണ്. കാരണം ചോർച്ച വന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. അവർ ഉടനെ ഒഫീഷ്യലി അവരുടെ ആൾക്കാരെ അയച്ച് ചെയ്യണം. പക്ഷെ പബ്ലിക്കിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവരുടെ ബിസിനസ്സിനെ അത് ഭയങ്കരമായിട്ട് അത് ചെറിയൊരു കാര്യമല്ല വന്നേക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു ചാരിറ്റി ചെയ്യാൻ അവർക്ക് മടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം പറയുന്നു, ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തീരുന്ന ചെയ്യാൻ എനിക്ക് ഭയമുണ്ട്. കൊടുക്കാൻ ദേഷ്യം കൊണ്ടല്ല, അവരോട് ആർക്കും എനിക്ക് എല്ലാ കലാകാരന്മാരെ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് കല ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ എല്ലാ കലകളെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടും, സമയം കിട്ടാറില്ല. പക്ഷേ കലാകാരന്മാർ ഇങ്ങനെ അവശത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡന്റോടുകൂടി അത് നിങ്ങൾ എടുത്തു പറയണം. രേണുസുധി എന്നല്ല, ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ്, അത് ഞാൻ പുള്ളിക്കാരത്തിന്റെ പേര് ഒരിക്കലും പറയത്തില്ല, രേണുസുധി എന്നൊരു പേര് ഞാൻ പറഞ്ഞില്ല. ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് അത് എഴുതി കൊടുത്ത കാരണത്താൽ എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനപ്രയാസപ്പെടുത്തി, എന്നെ ഒരുപാട്. ഒരിക്കലും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കരുത്. എന്തൊരു കഷ്ടമല്ലെന്ന് ആലോചിച്ച് നോക്കുക. ചില ഇനിയും വേണോ അവർക്ക്? ഇനിയും പബ്ലിസിറ്റി വേണോ? ഇനി വേണ്ടത് നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ? നിറഞ്ഞു നിൽക്കണോ? ആൾക്കാർ മോശമായിട്ട് കമൻ്റ് എഴുതണോ? എന്നിട്ട് അത് കണ്ടിട്ട് എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റോറി ഇടണോ? ഇതാണോ ഉദ്ദേശിക്കുന്നത്? ബിഗ് ബോസ് ഈ ഷോ ഞാൻ ഒന്നും പറയാനില്ല. തറപ്പിച്ച് പറയാം, കൊല്ലം സുധിക്ക് മക്കൾക്ക് വസ്തു എഴുതി കൊടുത്തതിന് ശേഷം 1 സെന്റ് ഭൂമി വേറൊരാൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് കൊടുക്കാൻ പേടിയുണ്ടായിട്ടല്ല കൊടുക്കാത്തത്. എനിക്ക് നല്ല വിലക്കാരെ കിട്ടണം. നല്ല വിലക്കാരെ കിട്ടിയാൽ ഞാൻ വസ്തു കൊടുക്കും. അല്ലാതെ നല്ല വിലയില്ലാതെ ചുമ്മാ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ എൻ്റെ വസ്തു വിൽക്കണമെങ്കിൽ എൻ്റെ വസ്തുവിന് നല്ല വില കിട്ടണം. കിട്ടുവാണെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ എനിക്ക് കൊടുക്കണം നിർബന്ധമില്ലാത്ത ആൾ. പക്ഷെ ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ ഈ വസ്തുക്കളെ ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ എന്നെ പറ്റി പറഞ്ഞപ്പോൾ അതെനിക്ക് വളരെ ദുഃഖം ഉണ്ടാക്കിയ കാര്യം. ഇങ്ങനെ ഒരിക്കലും ഇതാണ്. ഒരു നിമിഷം, ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോൻ്റെ ഏകദേശം 28 മിനിറ്റുള്ള ഒരു 10-30 മിനിറ്റിന് അടുപ്പിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ദയവ് ഇത് കാണുക. പക്ഷെ പറയാൻ ഇത്രയേ ഉള്ളൂ, ഒരാളൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അതിലെന്താണ് പ്രശ്നം? നമ്മളല്ലാത്തൊരു സമയം ഈ പുള്ളിക്ക് ഇദ്ദേഹത്തിനൊക്കെ ഇത്ര വിഷമം വരാനുള്ള സിറ്റുവേഷൻ എന്താണെന്നറിയോ? അന്ന് അത്രയും ഒരാൾ വിഷമം ഉണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും പ്രശസ്തിയെ വിചാരിച്ചിട്ടോ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഈ വൈദികന് ബിഷപ്പിന് ഇതുപോലത്തെ ഒരു ആവശ്യമില്ലല്ലോ, അല്ലേ? ഇദ്ദേഹത്തിന് അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പം അങ്ങനെ ചെയ്തൊരു സമയത്ത് നിന്ന് ഇത്ര കാലം കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു ചെയ്ത സൽക്കർമ്മം കാരണം ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്ന് പറയുമ്പോൾ പിന്നീട് ചെയ്യാൻ മടിക്കും ആൾക്കാർ. പിന്നെ ഞാൻ എന്തിനു ചെയ്യണം എന്ന് ചിന്തിക്കും, അല്ലേ?
പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഇവരൊന്നും ചെയ്യുന്നത്. പുരോഹിതർ ഇവരൊന്നും അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളാരും അതല്ല, പുണ്യം എനിക്ക് എന്തെങ്കിലും കിട്ടട്ടെ, ദൈവത്തിൻ്റെ അടുത്ത് കിട്ടെ, അതല്ല, അത് വിചാരിച്ചിട്ടല്ല. പക്ഷെ നമുക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൊണ്ടാണ്. റിയലി സാഡ്, ബാഡ് എന്നല്ല, റിയലി സാഡ്. അവർ നശിക്കണമെന്നൊന്നും നമ്മൾ ഒരിക്കലും പറയുന്നില്ല, ഒരിക്കലും അവരുടെ കുടുംബം തകരണം, നശിക്കണം എന്ന് പറയില്ല. പക്ഷെ ആ കുട്ടികൾക്ക്, എസ്പെഷ്യലി കിച്ചുവിന്, 2 മക്കൾക്കും, ഒന്ന് അവരുടെ തന്നെയാണ്, 2 മക്കൾക്കും തുല്യമായിട്ട് തന്നെ അവർ അർഹതപ്പെട്ടത് സമൂഹം എന്താണോ അവർക്ക് കൊടുക്കുന്നത്, ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ ആണെന്നുണ്ടെങ്കിലും അവർക്ക് റെസ്പെക്റ്റ് ആണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും സ്നേഹം എന്താണെങ്കിലും അവർക്ക് അർഹതപ്പെട്ടത് അതിൽ കൂടുതൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ മലയാളികൾ. അപ്പോൾ ആ അർഹതപ്പെട്ടിട്ടുള്ളത് അവർക്ക് കിട്ടണം എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമല്ല. അല്ലാണ്ട് അവർ നശിച്ചു പോകണം, അവരുടെ കുടുംബം നാനായതാവണം, ഇവർ അങ്ങനെ കുത്തുവാളെടുക്കണം എന്നൊന്നും ഒരിക്കലും ഞാനൊരിക്കലും എൻ്റെ കേസിൽ വിചാരിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയേണ്ട സിറ്റുവേഷൻ, ഞാൻ എന്താ പറയാൻ കാരണം അറിയോ, ഞാൻ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ഞാനത് 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കരുത് കേട്ടോ. എനിക്ക് ഈ സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വന്നു പോകാം. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങൾ കുറച്ച് കാലമായിട്ട് എന്നെ കാണാൻ തുടങ്ങിയിട്ടില്ലേ, നമുക്കിങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിച്ചു പോവുക. ഇങ്ങനെ ആക്കി മാറ്റി, എന്നെ അങ്ങനെ ആക്കി മാറ്റി, നിങ്ങളെ അങ്ങനെ ആക്കി അല്ലേ, നമ്മളങ്ങനെ ആക്കി. വേറെ ഒന്നും പറയാനില്ല. ഒന്നുകൂടി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ടോപ്പിക്ക് വിടുക, കാരണം കാര്യമില്ല പറഞ്ഞിട്ട്. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ട്, പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിനറിയോ, എന്തെങ്കിലും നീക്കുപോക്ക് അതിലുണ്ടാവട്ടെ, 4 ആളിലേക്ക് ഇത് എത്തട്ടെ, ഒരു ചേഞ്ച് വരുത്തട്ടെ, എന്താണോ ഉചിതമായിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൽ നടക്കട്ടെ, ഇങ്ങനത്തെ ചിന്താഗതിയോട് കൂടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. പക്ഷെ ഇത് എവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ദി അതർ പേഴ്സൺ, നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അവർക്ക് വേണ്ടത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അവർക്ക് പ്ലസ് അല്ല വേണ്ടത്, അവർക്ക് മൈനസാണ് വേണ്ടത്. കാരണം ഇന്നത്തെ കാലത്ത് മൈനസാണ് നമ്മളെ മുകളിലേക്ക് എത്തിക്കുന്നത്. എന്താ ക്ഷണികോ, മൊമെൻ്ററിലി അല്ലേ, താൽക്കാലികമായിട്ട് നമ്മളെ അവിടെ കയറ്റി നിർത്തുന്നത്. നമ്മളെ എയറിലാണെന്ന് പറയും, ഞാൻ എയറിലാണ് എന്നൊക്കെ പറയുന്നത് സന്തോഷിക്കുന്ന ആൾക്കാരുള്ളൊരു സമയമാണിപ്പോൾ. ഞാൻ എയറിലാണ് കേട്ടോ. എയറിലാവുന്നത് അല്ലെങ്കിൽ 4 ആൾ മോശം പറയുന്നത് തെറ്റായി കണ്ടിരുന്ന ഒരു തെറ്റല്ല, ഒരു വിഷമകരമായ സിറ്റുവേഷനാക്കി കണ്ടിരുന്ന ഒരു കാലം പലർക്കും ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്നെന്താ വേണ്ടത്, എന്തെങ്കിലും കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ അപ്പോൾ ഉഷാറാവും എന്നുള്ള കണ്ടീഷനിലാണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. വീഡിയോ ലെങ്തി ആയതിന് ക്ഷമിക്കണം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. ഇനി ചെറിയൊരു പരിപാടി ഉണ്ട് ഇവിടെ എറണാകുളത്ത്, കൊച്ചിയിലാണ്. 1-2 പരിപാടികൾ. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.